IELTS Academy. So ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ IELTS റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കേസിൽ എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ റൈറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് യു ഓൾ നോ, നമ്മളുടെ റൈറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1 ആയിക്കോട്ടെ ടാസ്ക് 2 ആയിക്കോട്ടെ IELTSൻ്റെ കേസിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷനാണ്. സോ ആ ഇൻട്രൊഡക്ഷന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് എക്സാമിനർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എങ്കിൽ നിങ്ങളൊരു എക്സാമിനർ നിങ്ങളുടെ ഒരു ആൻസർ കിട്ടുന്ന ടൈമിൽ അവർ അസസ് ചെയ്യുന്ന ടൈമിൽ ആദ്യം നിങ്ങൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷനാണ്. സോ അവരിത് വായിച്ച് നോക്കുന്ന ടൈമിൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ് സ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവർ ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. സോ അപ്പം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അല്ലാതെ നിങ്ങളുടെ ബോഡി പാരാഗ്രാഫ്സ്, കൺക്ലൂഷൻ ഇതിനെല്ലാം ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓവറോൾ സ്കോർ വരുന്നത്. എങ്കിലും ആദ്യ എക്സാമിനർ കാണുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷനാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം എത്ര നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എഴുതണം. സോ ഒരു ലോവർ ബാൻഡ് സ്കോറിലാണ് നിങ്ങൾ എപ്പോഴും നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ എപ്പോഴും ഒരേ പാറ്റേണിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എത്ര കറക്ഷൻസ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ബാൻഡ് സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതിൽ ഓരോരോ ചേഞ്ചസ് എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ ബാൻഡ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം. സോ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷന് ഏതൊക്കെ രീതിയിൽ ഒരു വേസ്യൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ദ ഫസ്റ്റ് തിങ്, നമ്മൾ IELTS റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കേസിൽ ഫസ്റ്റ് പാരാഗ്രാഫ്, ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, ഫസ്റ്റ് പാരാഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷനാണ്. സോ ടാസ്ക് 1ൻ്റെ കേസിലാണ് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്ന ടൈമിൽ ആ ക്വസ്റ്റ്യനകത്തുള്ള ഇൻഫർമേഷൻ എന്താണ്, ആ ടാസ്കിനകത്ത് എന്ത് ഡേറ്റാസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? പാരഫ്രൈസ് ചെയ്താണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആൻസർ എഴുതുന്ന ടൈമിൽ സെയിം പാറ്റേണിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിനകത്ത് നിങ്ങൾക്ക് സിനോണിംസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിനോണിംസ് എല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ പാരഫ്രൈസ് ചെയ്യാം. അപ്പോൾ എക്സാമിന് മനസ്സിലാകും നിങ്ങൾക്ക് എന്താണ് ബേസിക് ലെവൽ ഓഫ് ലാംഗ്വേജ് അല്ല, ഏത് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് തന്നാലും അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും ലാംഗ്വേജ് എബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു? എക്സാമിനറിന് മനസ്സിലാകും. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് മാറാതെ തന്നെ വേറെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആ ടാസ്കിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡേറ്റാസ് അല്ല ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്ര സെൻറ്റൻസ് ആയിരിക്കും കൊടുക്കുന്നത്. റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കേസിലാണെങ്കിൽ 1 ഓർ മാക്സിമം 2 സെൻറ്റൻസ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ ടാസ്ക് 1 കേസാണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്? ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? റീഫ്രേസ് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ്റെ കേസിൽ എന്തെങ്കിലും യൂണിറ്റ്സ് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് എന്ത് ചെയ്യണം? യൂണിറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? 1 or 2 സെൻറ്റൻസ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇൻവോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഗുഡ് ആഫ്റ്റർനൂൺ അനീറ്റ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ടാസ്കിനെ കംപ്ലീറ്റ്ലി പാരഫ്രൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കംപ്ലീറ്റ്ലി പാരഫ്രൈസ് ചെയ്യണം. ഒരു 1 or 2 സെൻറ്റൻസ്, അതിനകത്ത് യൂണിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യൂണിറ്റ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, സോ 1 by 1 ആയിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാം. സോ ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. The chart below shows the level of employment in different sectors of the UK economy from 1910 to 2010. So, രണ്ട് ടൈം പീരീഡിലുള്ള നമ്മൾ UK ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ള ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനൊരു ബേസ് ചെയ്തിട്ടൊരു ഫിഗർ ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഇതൊരു ചാർട്ടാണെന്ന് അറിയാം. സോ ഫിഗർ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ നമുക്കിതിനെ പാരഫ്രേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിലാണ് നമുക്ക് ഫിഗർ ഇന്ന് ഓൾറെഡി മെൻഷൻ, ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഫിഗർ ഗിവൺ ആയിരിക്കും. സോ ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ്? ഒരു ബാർ ചാർട്ട് ആണെന്നുള്ള കാര്യം. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ, ഇൻട്രൊഡക്ഷൻ റൈറ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യം നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്യണം? നമുക്കറിയാൻ പറ്റും. സോ ആദ്യം നമ്മൾ എഴുതുന്ന ടൈമിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ളത് നിങ്ങൾ മിസ് ചെയ്യരുത്. ആദ്യം ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്ന് ആദ്യം മെൻഷൻ ചെയ്യാം. സോ
നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ചാർട്ട് ബിലോ ഷോസ്. അപ്പോൾ ഷോസ് എന്ന് പറയുന്ന വേർഡിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇല്ലുസ്ട്രേറ്റ്സ് എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? സിനോണിം യൂസ് ചെയ്തു. അപ്പോൾ ഷോസിന് ഇല്ലുസ്ട്രേറ്റ്സ്, ഡെപിക്സ് അല്ലെ എക്സ്പ്ലെയിൻസ്. അപ്പോൾ ഇതേപോലെയുള്ള സിനോണിംസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് മാറ്റാതെ തന്നെ അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്തത്? നിങ്ങളതിനെ പാരഫ്രൈസ് ചെയ്യാനാണ് പോകുന്നത്. സോ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും 4 മേജർ സെക്ടറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്നുണ്ട്. അപ്പോൾ ആ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? വേറെ രീതിയിൽ അതിനെ പാരഫ്രൈസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ ഹൗ. Okay, the bar chart illustrates how many people were employed in 4 major industry sectors in the UK between 1910 and 2010. സോ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടാസ്ക് തന്നിരുന്ന ടൈമിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? തന്നിരുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്തു, ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തു, വേറൊരു രീതിയിൽ നമ്മളതിനെ മാറ്റി. പക്ഷേ എൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ പാരഫ്രൈസ് ചെയ്തെങ്കിൽ കൂടിയും അതിൻ്റെ മീനിങ് മാറുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ മീനിങ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. മീനിങ് മാറാതെ തന്നെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തു. സോ ഫിഗറിനകത്തും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഓൾറെഡി മനസ്സിലാകുന്നുണ്ട്. ഫോർ എംപ്ലോയ്മെൻറ്റ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അതിനകത്ത് നമുക്ക് 4 മേജർ സെക്ടേഴ്സ് ആണെന്നുള്ളത് ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്നു. അതിൻ്റെ ബേസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇനി നമുക്ക് ഫിഗറിൻ്റെ കേസിലാണെങ്കിൽ ബാർ ചാർട്ട് ആകാം, ലൈൻ. സോ യു ആസ് യു നോ ദാറ്റ് ദർ ആർ 7 types of graphs in IELTS Writing Task 1. IELTS Writing Task 1ൻ്റെ കേസിൽ 7 type of graphs ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്താണ്? ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, പൈ, ടേബിൾ, ദെൻ മാപ്പ്, അങ്ങനെ എന്താണ് കോമ്പിനേഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഉണ്ട്. സോ നമുക്ക് ഗ്രാഫ്സിൻ്റെ കേസിലാണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ലൈൻ ഗ്രാഫ്, നമുക്ക് ക്വസ്റ്റ്യനിൽ ലൈൻ ഗ്രാഫ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് പാരഫ്രൈസ് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈൻ ചാർട്ട് അല്ലെ ലൈൻ ഗ്രാഫ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ലൈൻ ചാർട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ വീണ്ടും ലൈൻ ചാർട്ട് എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ലൈൻ ഗ്രാഫ് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ബാർ ചാർട്ട് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ ബാർ ചാർട്ട് അല്ലെ ബാർ ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ടൈമിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ളത് ആദ്യം നിങ്ങൾ കൊടുക്കണം. സോ നെക്സ്റ്റ് പൈ ചാർട്ട്. 2 പൈ ചാർട്ട് ഉണ്ടെങ്കിൽ പൈ ചാർട്ട്സ് എന്ന് കൊടുക്കാം. ഒരു പൈ ചാർട്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഓൾറെഡി എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഒരു 2 പൈ ചാർട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ പൈ ചാർട്ട്സ്, പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് അതിനെ എന്ത് ചെയ്യണം? പാരഫ്രൈസ് ചെയ്യണം. സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ടാസ്ക് 1ൻ്റെ കേസ് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഗ്രാഫാണ് ഡയഗ്രാം അല്ലെ പ്രോസസ് ചാർട്ട് അല്ലെ ഡയഗ്രാം എന്ന് പറയും. സോ ഡയഗ്രത്തിൻ്റെ കേസിൽ നമ്മൾ പാരഫ്രൈസ് ചെയ്യാൻ നേരം ഡയഗ്രത്തിൽ മോസ്റ്റ്ലി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്? ഇല്ലുസ്ട്രേഷൻ, ദ ഡിപ്പിക്ഷൻ, ദ ഇമേജ്, ഇതിനെക്കാട്ടിലും എല്ലാം നല്ലത് എന്താണ്? ഒന്നെങ്കിൽ ദ പ്രോസസ് ചാർട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെ ദ ഡയഗ്രാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? പറയാം. സോ ഇത് ഇല്ലുസ്ട്രേഷൻ, ഡെപ്പിക്ഷൻ, ഇമേജ് എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യാറില്ല. സോ മോസ്റ്റ്ലി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ദ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ്സ്, അതായത് ഡയഗ്രാം ഡിപ്പിക്സ്, ദ പ്രോസസ് ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. സോ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മാപ്സ്. സോ ഇത്രയും ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് എല്ലാം നമ്മൾ IELTS റൈറ്റിംഗ് ടാസ്ക് 1ൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ ടാസ്ക് 1ൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ എന്താ സ്റ്റാർട്ടിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സോ ദ മാപ്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ മാപ്സ് ബിലോ ഷോസ് എന്തെങ്കിലും ഒരു വില്ലേജ് ഏരിയ, അങ്ങനെ ഫോർ എക്സാമ്പിൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം ദ മാപ്സ് ഡെപ്പിക്റ്റ്. 2 മാപ്സ് ഉണ്ടെങ്കിൽ ദ മാപ്സ് ഡെപ്പിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ ടൈപ്സ് ഗ്രാഫ്സിൻ്റെയും എക്സാമ്പിൾസ് ഇവിടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ടൈപ്പ് ഓഫ് ഗ്രാഫ്സിൽ എങ്ങനെ പാരഫ്രൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫാണ് ടേബിൾ ബിലോ ഷോസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്നുള്ള ആദ്യം മെൻഷൻ ചെയ്യണം. സോ ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യണം? ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സോ ആദ്യം ഇത്രയും കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് ആൻഡ് ഫോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇന്ന ടൈമിൽ IELTS റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കേസിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്ന് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ റിമൈനിങ് കണ്ടീഷൻസ് നമ്മളോട് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ബോസ് നമുക്ക് ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാം, മാപ്പ്, ഗ്രാഫ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനിയും ദ ചാർട്ട്, ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്രീവിയസിൽ നോക്കുകയാണ് ദ ചാർട്ട് ഷോസ് എന്ന് പറയുന്നതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. സോ ആ കേസിൽ ദ ചാർട്ട് ഷോസ്, ദ ഡയഗ്രാം ഷോസ്, ദ മാപ്പ് ഷൂസ്, ദ ടേബിൾ ഷൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഒരു റൈറ്റിങ്ങിൽ കിട്ടുന്നത്.
അപ്പോൾ എന്താ, ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രാഫ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാർ ഗ്രാഫാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, ദ ബാർ ഗ്രാഫ് ഷോസ്. ഇപ്പോൾ ക്വസ്റ്റനിൽ ഓൾറെഡി ഷോസ് എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ പാരഫ്രൈസ് ചെയ്യാൻ നേരം വീണ്ടും എന്ത് ചെയ്യരുത്, ഷോ എന്ന് പറയുന്ന വേർഡ് തന്നെ വീണ്ടും യൂസ് ചെയ്യാതെ അതിന് പകരമുള്ള സിനോണിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്ത് വേർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലുസ്ട്രേറ്റ്, അല്ലെ ഡിപിക്സ്, എക്സ്പ്ലെയിൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യണം. ഓക്കെ, ഷാലു ഗുഡ് ആഫ്റ്റർനൂൺ, ഈവൻ ഗുഡ് ആഫ്റ്റർനൂൺ, ടിൻറ്റു ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ദെൻ നെക്സ്റ്റ് ടു ഇല്ലുസ്ട്രേറ്റ്, ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷോസ് പറയാം, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റ്സ് പറയാം. ഒരു ഡയഗ്രത്തിൻ്റെ കേസിലാണെങ്കിൽ ദ ഡയഗ്രം ഇല്ലുസ്ട്രേറ്റ്സ്, അല്ലെങ്കിൽ ദ ഡയഗ്രം ടിപ്പിക്സ്. ടേബിളിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ടേബിൾ ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞു, ആ ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ത് ചെയ്യുന്നത്, ഇത്ര ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഏതൊക്കെ വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് റൈറ്റിംഗ് ടാസ്ക് 1 ഒരു ക്വസ്റ്റ്യൻ എക്സാം കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബ്സ്, ഏറ്റവും നല്ലൊരു നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബാൻഡ് സ്കോർ, ഇപ്പം നല്ലൊരു ബാൻഡ് സ്കോർ കിട്ടാൻ പറ്റുന്ന ഒരു വൊക്കാബ്സ് ഒക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ വൊക്കാബ്സ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഒരു ടൈം അല്ലെ ഐൽസ് റൈറ്റിങ്ങിൻ്റെ കേസിൽ ടാസ്ക് 1 ഒരു ക്വസ്റ്റ്യൻ, ടാസ്ക് 2 ഒരു ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് മാക്സിമം നല്ല ബാൻഡ് സ്കോർ കിട്ടുന്ന രീതിയിലുള്ള പാരഫ്രൈസിങ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദാറ്റ്. ഇപ്പം നമ്മൾ ഇത്രയും നേരം ഓരോരോ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നിങ്ങളത് അവിടെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ പാരഫ്രൈസ് ചെയ്യണം, നിങ്ങളുടെ യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റ് മെൻഷൻ ചെയ്യണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഓരോ ടൈപ്പ് ഗ്രാഫ്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ എങ്ങനെയൊക്കെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബെഞ്ചമിൻ തോമസ് ഗുഡ് ആഫ്റ്റർനൂൺ, അമല ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എന്താ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ദ ചാർട്ട് ബിലോ ഷോസ് ദ ടോപ്പ് 10 കൺട്രീസ് ഫോർ ഓയിൽ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇൻ 2010 ആൻഡ് 2015. അപ്പോൾ 2 ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഓയിൽ പ്രൊഡക്ഷൻ കൺസംഷൻ്റെ കാര്യമാണ് ടോപ്പ് 10 കൺട്രീസ്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു ചാർട്ടാണ്. അപ്പോൾ ആ ഫിഗർ നമുക്ക് മനസ്സിലാകുമ്പോൾ, ഫിഗർ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തിട്ട് ഒരു ഫിഗർ ഉണ്ടായിരിക്കുമല്ലോ. സോ അതൊരു ബാർ ചാർട്ടാണെന്ന് നമ്മൾ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മളതിനെ എങ്ങനെ പാരഫ്രൈസ് ചെയ്യും നോക്കിയേ, ദ ചാർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ട്, പക്ഷേ ഫിഗർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓൾറെഡി അതെന്താണ്, ഒരു ബാർ ചാർട്ടാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ ബാർ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ദ ബാർ ഗ്രാഫ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദി കൺട്രീസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം ദ ഓയിൽ ഇൻ 2010 ആൻഡ് 2015. സോ അപ്പോൾ എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പാരഫ്രൈസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡയഗ്രാം വരുന്നില്ല, ഫ്ലോ ചാർട്ട് വരുന്നുണ്ട്. അതിൽ കേസിലൊന്നും നിങ്ങളത് ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റ്സ്, ദ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞ് അതിനെ പാരഫ്രൈസ് ചെയ്യരുത്. സോ നമുക്ക് നേരത്തെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, നമ്മളുടെ ലൈൻ അല്ലെ ബാർ, പൈ, അവിടെ നമുക്ക് എന്താ, പൈ ആണെങ്കിൽ ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ആൻഡ് ബാർ, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്താൽ, ലൈൻ ചാർട്ട് അല്ലെ ബാർ ചാർട്ട്, അല്ലെ ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ഗ്രാഫ്, ഇത് രീതിയിൽ എഴുതാം. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോസസ് ചാർട്ടാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം അല്ലെ ഫ്ലോ ചാർട്ട് വല്ലതും ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ അത് മെൻഷൻ ചെയ്യണം, ദ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ്. മാപ്പിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, മാപ്പിൻ്റെ കേസിലാണെങ്കിൽ 2 ടൈം പീരീഡിലുള്ള എന്തെങ്കിലും 2 ഫിഗേഴ്സ് ആയിരിക്കും തരുന്നത്. സോ ആ കേസിൽ അതിനെ പാരഫ്രൈസ് ചെയ്യുമ്പം അത് മാപ്പാണെന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റീഫ്രൈസ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി, ഈ ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ ഇത്ര ഡയറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷനാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഗറിൽ നോക്കിയപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായത് എന്താണ്, ഒരു ബാർ ഗ്രാഫ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ബാർ ഗ്രാഫ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. സോ എന്തെങ്കിലും ഒരു ഡേറ്റ ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്ന ഫിഗർ നോക്കുന്ന ടൈമിൽ, ഇൻഫർമേഷൻ ഓൺ ദ കൺട്രീസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം ദ ഓയിൽ 2010 ആൻഡ് 15. ആ 2010-15 എന്നുള്ള ടൈം പീരീഡിൽ ഓയിലിനെ കൺസ്യൂം ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്ത കൺട്രീസിൻ്റെ കാര്യമാണ്, ഇൻഫർമേഷനാണ് അവിടെ, അല്ലെ ഡേറ്റ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയ 2 നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 എന്താണ്, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഷോസിന് പകരം എന്താ പ്രൊവൈഡ്സ് ഒക്കെ കൊടുത്തു. ഓക്കെ, കൺട്രീസിൻ്റെ കാര്യം നമ്മൾ മാറ്റാൻ പറ്റില്ല. പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം ദ ഓയിൽ ഇൻ 2010 ആൻഡ് 15 എൻറ്റയർലി അതിൻ്റെ മീനിങ് മാറ്റാതെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, പാരഫ്രൈസ് ചെയ്ത് എടുത്തു. സോ ഈ ഒരു എബിലിറ്റിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്, റൈറ്റിംഗ് ടാസ്ക് 1 കേസിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ടൈമിൽ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിനെ പാരഫ്രൈസ് ചെയ്തെടുക്കേണ്ടത്. ഓരോരുത്തരും റൈറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ഓരോരുത്തർക്കും എന്താണ്, ഓരോ ടൈപ്പ് ഐഡിയാസ് ആയിരിക്കും വരുന്നത്. ഓക്കെയാണ്, പക്ഷേ എന്ത് ചെയ്യണം, നമുക്കൊരു ഡിഫറെൻറ്റ് വേയിൽ എന്ത് ചെയ്യണം,
അതിനെ പാരഫ്രൈസ് ചെയ്യാൻ റീഫ്രേസ് ചെയ്യാൻ നോക്കണം. അപ്പം നമ്മുടെ ബാൻഡ് സ്കോർ എന്ത് ചെയ്തു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ മൂവിങ് ഓൺ ടു ദിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എപ്പോഴും പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന വേർഡ്സ് ആണ്. അതൊക്കെ വിച്ച്, വാട്ട്, ഹൗ മച്ച്, ഹൗ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സെയിം ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചാർട്ട് ബിലോ ഷോസ്. ഈ ക്വസ്റ്റ്യൻ്റെ കേസിലാണ് എങ്കിൽ നമുക്കതിനെ പാരഫ്രൈസ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ എങ്ങനെ പാരഫ്രൈസ് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബാർ ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റ്സ് വിച്ച് കൺട്രീസ് പ്രൊഡ്യൂസ്ഡ് and consumed the oil in 2 time periods 2010 and 15. So 2010 and 15 ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 2 time periods 2010 and 15 എന്നുള്ളത് ഡയറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. സോ ഓക്കെ, ദ ബാർ ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റ്സ് ദ ഓയിൽ പ്രൊഡക്ഷൻ എന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നതാണ്. പക്ഷെ നമ്മൾ പാരഫ്രൈസ് ചെയ്ത ടൈമിൽ വിച്ച് എന്ന് പറയുന്ന എന്ത് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡ് സ്കോർ, ഇപ്പോൾ ഒരു സിക്സ് ബാൻഡ് സ്കോർ ആണെങ്കിൽ 6.5ലേക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ബാൻഡ് സ്കോർ കൂട്ടാൻ നോക്കണം. ബാൻഡ് സ്കോർ എപ്പോഴും ഒരേ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഇതേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വേറെ രീതിയിൽ നിങ്ങൾക്ക് പാരഫ്രൈസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ഓൾസോ ആഡ് ദിസ് ഫോളോയിങ് വേർഡ്സ് സെറ്റ് ആസ് ചേഞ്ചസ് amount level. The bar chart displays the amount of oil produced and consumed by the leading countries in the years 2010 and 15. Okay, amount of oil produced. ഫസ്റ്റ് റീഫ്രേസ് ചെയ്ത ടൈമിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഓയിൽ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു. സെക്കൻഡ് ടൈമിൽ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ റീഫ്രേസ് ചെയ്ത ടൈമിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്ത് വിച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് വേറെ രീതിയിൽ റീഫ്രേസ് ചെയ്തു. തേർഡ് ടൈമിൽ ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ എന്താണ് റീഫ്രേസ് ചെയ്തു ദ എമൗണ്ട് ഓഫ് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം. കേട്ടോ, അപ്പോൾ അത് ആ ഒരേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്തു. സോ ഇവിടെ ആണെങ്കിൽ ദ ലെവൽ ഓഫ് ഓയിൽ പ്രൊഡ്യൂസിനേക്കാളും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എമൗണ്ട് ഓഫ് ഓയിൽ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റീഫ്രേസ് ചെയ്തിട്ടു. അതാണ് ഇത് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനെ എന്ത് ചെയ്യാൻ പറ്റും, റീഫ്രേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ലൈൻ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ചാർട്ട് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് വിസിറ്റിംഗ് ഓസ്ട്രേലിയ ആൻഡ് കാനഡ ബിറ്റ്വീൻ 2012 ആൻഡ് 2017. ആ രണ്ട് ടൈം പീരീഡിൽ ഈ കൺട്രീസ് വിസിറ്റ് ചെയ്ത ടൂറിസ്റ്റിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ പാരഫ്രൈസ് ചെയ്യാൻ നേരം ഫിഗറിൽ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ് അതൊരു ലൈൻ ഗ്രാഫാണെന്ന്. സോ പാരഫ്രൈസ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആദ്യം മെൻഷൻ ചെയ്യാം. ഷോസ് എന്ന് പറയുന്ന വേർഡിന് വരെ ഞാനൊരു സിനോണിം യൂസ് ചെയ്തു, ഇല്ലുസ്ട്രേറ്റ്സ് യൂസ് ചെയ്തു. സോ അവിടെ എന്താണ് ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഞാൻ ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഞാൻ അതിനെ പാരഫ്രൈസ് ചെയ്യുന്നു. ഓക്കെ, ഹൗ മെനി പീപ്പിൾ വിസിറ്റഡ് ഓസ്ട്രേലിയ ആൻഡ് കാനഡ, ടൂറിസ്റ്റ് വിസിറ്റിംഗ് എന്നാണ് പറയുന്നത്. സോ ഹൗ മെനി പീപ്പിൾ വിസിറ്റഡ് ഓസ്ട്രേലിയ ആൻഡ് കാനഡ ആസ് ടൂറിസ്റ്റ് ഓവർ എ 5-year period 2012 ആൻഡ് 2017. ഈ രണ്ട് ടൈം പീരീഡ് തമ്മിൽ ഒരു 5-year ഗ്യാപ്പാണുള്ളത്. സോ ഓവർ എ 5-year period. സോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, ബിറ്റ്വീൻ എ ടൈം പീരീഡ് ഓഫ് 5 years ഫ്രം 2012 to 2017. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ പാരഫ്രൈസ് ചെയ്യാൻ പറ്റും. സോ സെയിം ക്വസ്റ്റ്യനെ വേറൊരു രീതിയിൽ നിങ്ങൾ പാരഫ്രൈസ് ചെയ്യുവാണെങ്കിൽ the graph displays information about the amount of foreign tourism in 2 English-speaking countries from 2012 to 17. ഓക്കെ, അപ്പോൾ രണ്ട് കൺട്രീസിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ട് ഈ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ്, ദാറ്റ് ഈസ് മാപ്സ്. ഇനി എന്താണ് മാപ്സ് നിങ്ങൾക്ക് എക്സാമിന് IELTS റൈറ്റിംഗ് ടാസ്ക് 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അതിനകത്ത് മാപ്പ് കാണും.
മാപ്പിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പാരഫ്രൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ആസ് യു ക്യാൻ സീ ദാറ്റ് ദ മാപ്സ് ബിലോ ഷോ വെസ്റ്റ്ഫീൽഡ് യൂണിവേഴ്സിറ്റി ആസ് ഇറ്റ് ഇസ് നൗ ആൻഡ് ദ പ്ലാൻസ് ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതായത് പ്രസൻറ്റ് സ്റ്റേജിലുള്ള ഒരു ഫിഗറും തന്നിട്ടുണ്ട്, എന്നാണ് ഫ്യൂച്ചർ സ്റ്റേജിലേക്കുള്ള ഒരു ഫിഗറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺലി എന്താണ് നിങ്ങളുടെ മാപ്പിൻ്റെ കേസിൽ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ പാരഫ്രൈസ് ചെയ്യാത്ത മാപ്സ് എന്തായാലും രണ്ട് ടൈം പീരീഡിലാകുമ്പോൾ രണ്ട് മാപ്പ് ഉണ്ടെന്ന് ഓൾറെഡി അറിയാമല്ലോ. ദ മാപ്സ് ഇല്ലുസ്ട്രേറ്റ് വെസ്റ്റ്ഫീൽഡ് യൂണിവേഴ്സിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് പ്രപ്പോസ്ഡ് റീഡെവലപ്മെൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റിന് മുന്നേയും ശേഷവും ഉള്ള കാര്യമാണ് ആ രണ്ട് ഫിഗേഴ്സാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്തല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാം. ആസ് ഇറ്റ് ഈസ് നൗ ആൻഡ് പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എന്നാണല്ലോ പറയുന്നത്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് പ്രപ്പോസ്ഡ് റീഡെവലപ്മെൻറ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് പ്രപ്പോസ്ഡ് റീഡെവലപ്മെൻറ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്തു. സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലും റീഫ്രേസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മാപ്സ് ഡിസ്പ്ലേ ഷോയ്ക്ക് വരാൻ ഡിസ്പ്ലേ ദ മെയിൻ ചേഞ്ചസ് ദാറ്റ് ആർ പ്രപ്പോസ്ഡ് ഇൻ വെസ്റ്റ്ഫീൽഡ് യൂണിവേഴ്സിറ്റി അൺടിൽ 2030 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. 2030 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ ഉള്ള ചേഞ്ചസ് ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഡിസ്പ്ലേ അല്ലെ ഡെപ്പിക് ഇല്ലുസ്ട്രേറ്റ് പറഞ്ഞു, ഡിസ്പ്ലേ പറഞ്ഞു, മാപ്സ് ഡെപ്പിക് അതുപോലെ ഉള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ കേസ് ഓഫ് ഡയഗ്രാം. നമുക്ക് എന്താണ് ഡയഗ്രാമാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്ന ഡയഗ്രാം. സോ ക്വസ്റ്റ്യൻ നോക്കി, ദ ഡയഗ്രാം ബിലോ ഷോസ് ദ സ്റ്റേജസ് ഇൻ റീസൈക്ലിംഗ് ഓഫ് അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ്. ഒരു അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസിൻ്റെ റീസൈക്ലിംഗ് സ്റ്റേജസ് ആണ് തന്നിരിക്കുന്നത്. ദ ഡയഗ്രത്തിൻ്റെ കേസിലാണെങ്കിൽ ദ ഡയഗ്രാം എന്ന് തന്നെ മാത്രമേ പറയുള്ളൂ, വേറെ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ആ ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ്, ഡയഗ്രാം ആണ്. സോ ഡയഗ്രാം എന്ന് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ പാരഫ്രൈസ് ചെയ്യണം. ദ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ്സ് ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ് അലൂമിനിയം ക്യാൻസ്, അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റേജസ് ഇൻ ദ റീസൈക്ലിംഗ് ഓഫ് അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് എന്നായിരുന്നു. സോ ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പാരഫ്രൈസ് ചെയ്യാം. അത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പാരഫ്രൈസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വൺ അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദ ഡയഗ്രാം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഷോസ് ദ സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇല്ലുസ്ട്രേറ്റ്സ് എന്ന് വെച്ച് നമ്മൾ കൊടുത്തു. സെയിം കോണ്ടെക്സ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് ആർ റീസൈക്കിൾ. ഡ്രിങ്ക് ക്യാൻസ് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്തെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഹൗ അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് ആർ റീസൈക്കിൾ. സോ ആ സെയിം മീനിങ് തന്നെയല്ലേ നിൽക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസിൻ്റെ റീസൈക്ലിംഗ് ഉള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാരഫ്രൈസ് ചെയ്ത ടൈമിൽ അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, ഞാൻ പാരഫ്രൈസ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, സോ സെയിം ടൈപ്പ് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രത്തിൻ്റെ കേസ് തന്നെയാണ്. ദ ഡയഗ്രാം ബിലോ ഷോസ് ഹൗ ജിയോതെർമൽ എനർജി ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വെച്ചിട്ടുള്ള ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് പാരഫ്രൈസ് ചെയ്യാം. ദ ഡയഗ്രാം ഞാൻ പറഞ്ഞു, ഡയഗ്രത്തിന് വേറെ റീപ്ലേസ് ചെയ്യാനില്ല, അത് തന്നെ കൊടുക്കുക. ദ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ്സ്, ഓക്കെ, ഷോസിന് പകരം, ഓക്കെ അല്ലേ, ഡെപ്പിക്സ്. ദ ഡയഗ്രാം ഡെപ്പിക്സ് ദ പ്രോസസ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ എ ജിയോതെർമൽ സ്റ്റേഷൻ. ഒരു ജിയോതെർമൽ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ പ്രോസസ്സാണ് ആ ഫിഗർ കാണിക്കുന്നതെങ്കിൽ ദ ഡയഗ്രാം എന്ന് പറയുന്നത് ഫിഗർ എന്ന് മാറ്റി എഴുതുന്നത്, ദ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഡയഗ്രാം തന്നെ ഫോളോ ചെയ്യുക. ഹൗ ജിയോതെർമൽ എനർജി ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഹൗ ജിയോതെർമൽ എനർജി ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളത് പാരഫ്രൈസ് ചെയ്ത ടൈമിൽ ദ പ്രോസസ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ എ ജിയോതെർമൽ സ്റ്റേഷൻ, നമ്മൾ ഇത്രയും നേരം പാരഫ്രൈസ് ചെയ്ത് വന്ന ടൈമിൽ നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് മിക്കപ്പോഴും എന്താണ് ടാസ്ക് ആയിട്ട് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ കേസിൽ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഓൾറെഡി നമുക്കവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ അതിനെ പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേറൊരു രീതിയിലാക്കി ആ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാതെ വേറൊരു രീതിയിൽ സിനോണിംസ് യൂസ് ചെയ്തു, വേറെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അവിടെ പാരഫ്രൈസ് ചെയ്ത് കൊടുക്കുന്നു. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പാരഫ്രൈസ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മളുടെ എന്താണ് IELTS റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഒരു ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് സെയിം ബാൻഡ് സ്കോർ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാതെ ഇതേപോലുള്ള ഡിഫറെൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് സ്കോറിനൊരു ബെറ്റർമെൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇതാണ് നമ്മളുടെ
ഇൻട്രൊഡക്ഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ ഫോർ യു. ഓക്കെ, ജസ്റ്റ് നമ്മളുടെ ഒരു ടാസ്ക് വണ്ണിൻ്റെ കേസിൽ ഫസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാരാഗ്രാഫിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ആൻസറിൽ. സോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു ഓൾ.